വിശ്വാസം അതല്ല എല്ലാം. സ്വാഗതം. ഏകമുഖ രുദ്രാക്ഷം കഴുത്തിലണിഞ്ഞാൽ ഏതാഗ്രഹവും സാധ്യമാകുമത്രേ. രണ്ടുമുഖ രുദ്രാക്ഷം ദാമ്പത്യ വിജയത്തിനും വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിനും, ത്രിമുഖ രുദ്രാക്ഷം സകല പാപനാശത്തിനും അത്യുത്തമമത്രേ. എലിയോകാർപ്പസ് ജെനിട്രസ് എന്ന ശാസ്ത്രീയ നാമമുള്ള രുദ്രാക്ഷത്തിന് അത്ഭുത ശക്തികളുണ്ടോ? വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം തേടുന്ന ഈ വേദിയിൽ അത്തരം എത്രയോ വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു. അവയിൽ വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്തതും ചില മേഖലകളിലെങ്കിലും ശാസ്ത്രീയ വിശദീകരണം സാധ്യമാകുന്ന അപൂർവം വിഷയങ്ങളും നാം പരിഗണനാ വിധേയമാക്കി. വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തം എത്രയാണെങ്കിലും പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൻ്റെ അളവുകോൽ വെച്ച് നമ്മുടെ ബുദ്ധി കണ്ടെത്തുന്ന വിശ്വാസങ്ങൾ യഥാർത്ഥ ജീവിത പുരോഗതിയെ സഹായിക്കാറില്ല. വിശ്വാസങ്ങളുടെ യുക്തി പരിശോധിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിലെത്തുന്ന പല വിഷയങ്ങളും അതിപുരാതന കാലം മുതൽക്കേ ആചരിക്കപ്പെട്ടു വരുന്നവയാണ്. ആ ഇനത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് രുദ്രാക്ഷ മാഹാത്മ്യം. രുദ്രാക്ഷത്തിനുണ്ടെന്ന് പറയപ്പെടുന്ന മാഹാത്മ്യത്തിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമുക്കൊരു TV ഓഫ് ചെയ്യണ സമയത്ത് അതിനടുത്ത് കൈകൊണ്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാന്തിക പ്രസരം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൈ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോമങ്ങളും എഴുന്നേറ്റ് വരും. അതുമാതിരി രുദ്രാക്ഷ കായൻ്റെ അടുത്ത് നമുക്ക് കൈകൊണ്ട് ചെന്നാലും സാധാരണ ഓരോ മനുഷ്യനും കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഇതിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിക പ്രഭാവം കയ്യിൽ എന്തോ ഒരു മർദ്ദ വ്യതിയാനമായിട്ട് ഫീൽ ചെയ്യും. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് സ്വാമി വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? രാമകൃഷ്ണദേവൻ അതിന് മറുപടി കൊടുത്തത്, അന്ധവിശ്വാസം എന്നൊന്നില്ല. കാരണം എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകാത്ത ഒന്നിനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയണത്. ഇപ്പോൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കുഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അതിന് വേറെ ഉറപ്പൊന്നുമില്ല. നമ്മൾ തിയേറ്ററിൽ ഡോക്ടറുടെ മേശപ്പുറത്ത് ഒരു രോഗി സർജറിക്ക് കിടക്കുമ്പോൾ ഇത് എൻ്റെ വയറ് പൊളിച്ച് അങ്ങേര് തുന്നിക്കെട്ടി എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഡോക്ടർ എഴുതി തരുന്നൊന്നുമില്ല രക്ഷിച്ചോളാമെന്ന്. മാത്രമല്ല മരിച്ചാൽ കുഴപ്പമില്ല എന്ന് എഴുതി കൊടുത്തിട്ട് നമ്മൾ കയറി കിടക്കുന്നത്. അപ്പോൾ വിശ്വാസമല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം നിലനിൽക്കുന്നത് തന്നെ വിശ്വാസത്തിൻ്റെ പുറത്താണ്. പക്ഷെ ആ വിശ്വാസത്തിന് യുക്തിയുടെ സപ്പോർട്ട് വേണം. ജഗത്യേവ അനൗഷധം, ശാസ്ത്രത്തിൽ പറയുന്നത് ജഗത്യേവ അനൗഷധം. ജഗതി മീൻസ് ലോകത്ത്. അനൗഷധം, ഔഷധമല്ലാത്തതൊന്നുമില്ല, എല്ലാം ഔഷധമാണ്. നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അതിനെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഓരോ ഡ്രഗിനെ കുറിച്ചും കൂടുതലായിട്ടുള്ള പഠനം വേണ്ടി വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ തന്നെയല്ല രോഗങ്ങൾ വരാതെ ഇരിക്കാൻ കഴിയാൻ സാധിക്കും. രുദ്ധിനെ നശിപ്പിക്കുന്നവൻ രുദ്രൻ. രുദ്ധെന്നാൽ ദുഃഖം എന്നും ദ്രവിപ്പിക്കുക എന്നാൽ ഇല്ലാതാക്കുക എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ രുദ്രന്റെ അല്ലെങ്കിൽ പരമശിവന്റെ ഉത്തമേന്ദ്രിയങ്ങളായ അക്ഷങ്ങൾ, അതായത് കണ്ണുകൾ എന്നാണ് രുദ്രാക്ഷം എന്ന വാക്കിന്റെ അർത്ഥം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യം, സ്പർശിച്ചാൽ കോടി പുണ്യം. ഇനി രുദ്രാക്ഷം ധരിക്കാൻ കഴിഞ്ഞാലോ പുണ്യം 100 കോടി കടക്കുമത്രേ. നിത്യവും രുദ്രാക്ഷം ധരിച്ച് ജപിക്കാൻ കഴിഞ്ഞാലോ അനന്തമായ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. എലിയോകാർപ്പസ് ജെനിട്രസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള രുദ്രാക്ഷം എന്ന നിത്യഹരിത വൃക്ഷത്തിന്റെ കായ എങ്ങനെയാണ് പവിത്രമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത്? രുദ്രാക്ഷത്തിന് മനുഷ്യരുടെ മാനസിക ശാരീരിക ബോധമണ്ഡലങ്ങളെ സ്വാധീനിക്കാനാവുമെന്ന് വിശ്വാസികളും, മറിച്ച് അതൊരു സാധാരണ കായ മാത്രമാണെന്ന് യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വാദിക്കുന്നവരും അവകാശപ്പെടുന്നു. രുദ്രാക്ഷത്തേക്കാൾ ഉത്തമമായ സ്തോത്രവും വ്രതവുമില്ലെന്നും ദേവി ഭാഗവതം പറയുന്നു. ദാനങ്ങളിൽ ഏറ്റവും കേമം രുദ്രാക്ഷദാനം. ഒരു രുദ്രാക്ഷമെങ്കിലും ധരിച്ചിട്ടുള്ളവർ മാംസഭോജനം, മദ്യപാനം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാകുമത്രേ. യജ്ഞങ്ങൾ, തപസ്, ദാനം, വേദപഠനം, പുരാണ പഠനം, മറ്റു വിദ്യകളുടെ അഭ്യസനം, തീർത്ഥാടനങ്ങൾ തുടങ്ങിയവ കൊണ്ട് ലഭിക്കുന്ന അതേ ഫലമത്രേ രുദ്രാക്ഷം ധരിച്ചാൽ പെട്ടെന്ന് ലഭിക്കുക. തീർന്നില്ല,
രുദ്രാക്ഷം കഴുത്തിലോ കൈയിലോ കെട്ടിക്കൊണ്ട് മരിക്കുന്നവർ തീർച്ചയായും രുദ്രപദം, അതായത് ശിവസമക്ഷം എത്തുമെന്നും 21 തലമുറയെ ഉദ്ധരിക്കുന്നതിനായി ശിവസമക്ഷം വസിക്കുമെന്നും പുരാണം പറയുന്നു. ഐതിഹ്യങ്ങൾ എന്തുതന്നെയായാലും കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും കണ്ടുവരുന്ന എലിയോകാർപ്പസ് ജെനിട്രസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഒരിനം നിത്യഹരിത വൃക്ഷമാണ് രുദ്രാക്ഷം. എങ്കിലും രുദ്രാക്ഷമരം കൂടുതലായും കാണപ്പെടുന്നത് നേപ്പാളിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലുമാണ്. രുദ്രാക്ഷ മരത്തിന്റെ കുരുവും രുദ്രാക്ഷം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. 20 മുതൽ 25 മീറ്റർ വരെ ഹൈറ്റുണ്ട്. പുഷ്പങ്ങൾക്ക് വെളുത്ത കളറാണ്. ഇലകൾക്ക് ദീർഘവൃത്താകാരം ആണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫലം ആണ്. ശാസ്ത്രീയ വിശദീകരണം ഒഴിച്ചു നിർത്തി രുദ്രാക്ഷത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് പുരാണം എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചാൽ പ്രധാനമായും 2 കഥകളാണ് ഉരുത്തിരിഞ്ഞു വരിക. രുദ്രനുമായി, അതായത് പരമശിവനുമായി ബന്ധപ്പെട്ടുള്ളവയാണ് അവ രണ്ടും. രുദ്രാക്ഷത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ശിവപുരാണത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ രുദ്രാക്ഷ ജാബാലോപനിഷത്തിലും രുദ്രാക്ഷത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 2 രീതിയിലുള്ള കഥകളാണ് കേൾക്കുന്നത്. രുദ്രസംഹിതയിൽ ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് എൻ്റെ മനസ്സിനൊരു ചലനം ഏർപ്പെട്ടു. എൻ്റെ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ, സാമ്യ നിലയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഏറെ കാലത്തോളം തപസ്സിരുന്നു. അങ്ങനെ തപസ്സിൽ ഞാൻ ലയിച്ചിരുന്നു പോയി. പെട്ടെന്ന് എൻ്റെ സങ്കല്പത്താൽ തന്നെ ഞാൻ ഉണർന്നു. എൻ്റെ കണ്ണുകളിൽ നിന്നും 2 കണ്ണുനീര് വീണു. ആ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായത് എന്ന് ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്. രുദ്രാക്ഷത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് പ്രശസ്തമായ മറ്റൊരു കഥ ത്രിപുരാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ത്രിലോകങ്ങളെയും വിറപ്പിച്ച് സംഹാരതാണ്ഡവമാടിയ ത്രിപുരാസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായി 1000 ദിവ്യസംവത്സരം പരമശിവൻ കണ്ണു ചിമ്മാതെ കാത്തുനിന്നുവത്രേ. ത്രിപുരാസുരവധത്തിന് ശേഷം കണ്ണു ചിമ്മിയ പരമശിവന്റെ നേത്രങ്ങളിൽ നിന്നും തെറിച്ചുവീണ കണ്ണീർത്തുള്ളികൾ രുദ്രാക്ഷ വൃക്ഷങ്ങളായി എന്ന് പുരാണം. അങ്ങനെ 38 തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. സൂര്യനേത്രത്തിൽ നിന്ന് 12 താരവും സോമനേത്രത്തിൽ നിന്ന് 16 താരവും തൃക്കണ്ണിൽ നിന്ന് 10 താരവും രുദ്രാക്ഷങ്ങൾ ഉണ്ടായി എന്നും പുരാണം പറയുന്നു. ഒരു സസ്യം മുളക്കണമെങ്കിൽ അതിൻ്റെ വിത്ത് മണ്ണിലുണ്ടായിരിക്കണം. വിത്ത് എന്ന് പറയുന്നത് ആ സസ്യത്തിൻ്റെ ജൈവ ഗുണങ്ങളുള്ള ഒരു ജീവനുള്ള കോശം, ഒരുപാട് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. ആധുനിക ജൈവശാസ്ത്രം പറയുന്നത് ഒരു പുതിയ ജീവി ഉണ്ടാകണമെങ്കിൽ ആ ജീവി, എവറി ലിവിങ് തിങ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് എ പ്രീ എക്സിസ്റ്റിംഗ് ലിവിങ് സെൽ. മുന്നേ ജീവനോടുകൂടി നിലനിന്ന ഒരു ജീവകോശത്തിൽ നിന്ന് മാത്രമേ ഒരു പുതിയ ജീവകോശം ഉണ്ടാകുന്ന ആ തത്വത്തെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് കണ്ണീരിന്ന് ജീവൻ ഉൽപ്പാദിപ്പിക്കാം, സസ്യജീവൻ ഉൽപ്പാദിപ്പിക്കാം, രുദ്രാക്ഷം മരം വളർന്നു വരാം തുടങ്ങിയിട്ടുള്ള പൊട്ടക്കഥകൾ ഈ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. ഏകമുഖ രുദ്രാക്ഷം ധരിച്ചാൽ അത് ബ്രഹ്മഹത്യാ പാപത്തെ നശിപ്പിക്കും. ദ്വിമുഖ രുദ്രാക്ഷം സകല പാപങ്ങളും നശിപ്പിക്കും. 3 മുഖം സ്ത്രീഹത്യാ പാപത്തെ ഇല്ലാതാക്കും. 4 മുഖം നരഹത്യാ പാപത്തെ ഇല്ലാതാക്കും. എന്തിന് 14 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നവർ സാക്ഷാൽ പരമശിവന് തുല്യനായി തീരുമെന്ന് വരെയാണ് വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ രുദ്രാക്ഷങ്ങൾ എത്ര മുഖമെന്ന് എങ്ങനെ തിരിച്ചറിയും? രുദ്രാക്ഷത്തിന്റെ മുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവയെ വേർതിരിച്ചിരിക്കുന്നത്. രുദ്രാക്ഷക്കായ്ക്കുള്ളിൽ ഒരു വിത്ത് കാണപ്പെടുന്നത് ഏകമുഖ രുദ്രാക്ഷം, 2 വിത്ത് കാണപ്പെടുന്നത് ദ്വിമുഖ രുദ്രാക്ഷം എന്നിങ്ങനെ വിത്തിന്റെ എണ്ണമനുസരിച്ച് വിവിധ മുഖങ്ങളിലായിട്ടാണ് രുദ്രാക്ഷം ലഭ്യമാവുക. വിത്തിന്റെ എണ്ണം കൂടിയിരുന്നാൽ അതിന്റെ ശക്തിയും ഫലവും കൂടിയിരിക്കും. രുദ്രാക്ഷക്കായുടെ പുറത്തെ പാളികളുടെ എണ്ണം നോക്കി എത്ര മുഖമുള്ള രുദ്രാക്ഷമാണെന്ന് അറിയാനാവും. നമുക്ക് ഇന്ന് അലഭ്യമായിട്ടുള്ള, യാതൊരു കാരണവശാലും ലഭിക്കില്ലെന്ന് ഉറപ്പായിട്ടുള്ള രുദ്രാക്ഷമാണ് ഏകമുഖ രുദ്രാക്ഷം. ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് കണക്കാക്കുന്നതാണ്. ഇനി അതുപോലെ 2 മുഖ രുദ്രാക്ഷം ലഭ്യമാണ്. അത് അർദ്ധനാരീശ്വര സ്വരൂപത്തിലുള്ളതാണ്. 3 മുഖ രുദ്രാക്ഷം അഗ്നിദേവ സ്വരൂപത്തിലുള്ളതാണ്. 4 മുഖ രുദ്രാക്ഷം ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും സ്വരൂപത്തിലുള്ളതാണ്.
5 മുഖരുദ്രാക്ഷം കാലാഗ്നി രുദ്രൻ്റെ സ്വരൂപത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ പഞ്ചകൃത്യങ്ങളുടെ നാഥനാണ് കാലാഗ്നി രുദ്രൻ. പഞ്ചകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ലയം, തിരോധാനം എന്ന് പ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചതാളം എന്നതാണ്. പ്രപഞ്ചതാളത്തിൻ്റെ വൈബ്രേഷൻ ഉൾക്കൊള്ളുന്ന രുദ്രാക്ഷമാണ് 5 മുഖരുദ്രാക്ഷം. ആയതുകൊണ്ടായിരിക്കാം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും ഈ 5 മുഖരുദ്രാക്ഷമാണ്. വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമെന്നും അതുവഴി ഏറെ ഗുണം ലഭ്യമാകുമെന്നും ദൈവിക സാമീപ്യമുണ്ടാകുമെന്നുമാണ് ഏറെ പ്രബലമായൊരു വിശ്വാസം. കഴുത്തിൽ 32, ശിരസിൽ 40, കാതിൽ 6 വീതം, കൈകളിൽ 12 വീതം, ഭുജങ്ങളിൽ 16 വീതം, കണ്ണിൽ 1, ശിഖയിൽ 1, വക്ഷസ്ഥലത്ത് 108 എന്ന രീതിയിൽ രുദ്രാക്ഷം ധരിക്കാനായാൽ അത് സാക്ഷാൽ പരമേശ്വരനാകുന്നുവെന്ന് നാരദരോട് നാരായണ മഹർഷി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ദേവി ഭാഗവതത്തിൽ കാണുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പുരാതന കാലം മുതൽക്കേ ഭാരതീയ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ച് നടന്നിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷത്തിന് വമ്പിച്ച ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നായിരുന്നു അവരുടെ വിശ്വാസം. രുദ്രാക്ഷത്തിന് ആയുർവേദ വിധിപ്രകാരം വളരെയധികം പ്രാധാന്യമുണ്ടെന്നും കുട്ടികൾക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കുമാണ് അത് കൂടുതൽ ഫലപ്രദമെന്നും ആയുർവേദ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. പല ആയുർവേദ ഔഷധങ്ങളുടെയും മുഖ്യ ചേരുവയാണത്രേ രുദ്രാക്ഷം. രുദ്രാക്ഷം അതിസൂക്ഷ്മമായ വൈദ്യുത കാന്തിക ഊർജം വഹിക്കുന്നുവെന്നാണ് അതിന് അത്ഭുത ശക്തികളുണ്ട് എന്ന് വാദിക്കുന്നവരുടെ അഭിപ്രായം. രുദ്രാക്ഷങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിക മണ്ഡലം മനുഷ്യ ശരീരത്തിന്റെ ഊർജത്തിന് സമമാണെന്നും അതുകൊണ്ട് തന്നെ അവ മനുഷ്യ ശരീരത്തെ പലവിധത്തിൽ സ്വാധീനിക്കുന്നുവെന്നുമാണ് അവരുടെ വിശദീകരണം. ഈ പരിപാടിയിൽ ആദ്യം നാം ഉന്നയിച്ച സംശയത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. രുദ്രാക്ഷത്തിന് നമ്മുടെ ശാരീരിക മാനസിക നിലകളെ സ്വാധീനിക്കാനാകുമോ? രുദ്രാക്ഷങ്ങൾക്കിടയിൽ കാന്തിക മണ്ഡലം ഉദയം ചെയ്യുമോ? രുദ്രാക്ഷത്തിന്റെ കാന്തിക മണ്ഡലം അവതരിക്കുന്നവരുടെ ഓറയുമായി ചേർന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അതിനെ അചഞ്ചലമാക്കി നിലനിർത്തുകയും ചെയ്യും. മാത്രമല്ല അതുവഴി അവർക്ക് ശാരീരിക, മാനസിക, വൈകാരിക സന്തുലനാവസ്ഥ ലഭ്യമാവുമെന്നും അങ്ങനെ ഗ്രഹദോഷങ്ങൾ, ഊർജ തടസ്സങ്ങൾ എന്നിവ ശമിക്കും എന്നുമാണ് രുദ്രാക്ഷത്തിന് മനുഷ്യരുടെ ശാരീരിക മാനസികാരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന് വാദിക്കുന്നവർ അവകാശപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിന് 8 അടി ചുറ്റളവിലാണ് ഓറ ഉള്ളതെന്ന് വിചാരിക്കൂ. ധരിച്ച രുദ്രാക്ഷമാലയ്ക്ക് ഒരു 50 അടി ചുറ്റളവിലാണ് ഓറയുള്ളതെന്ന് വിചാരിക്കൂ. ഇത് രണ്ടും കൂടി ചേർന്ന് മെർജായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഓറ ഫീൽഡിന് മേലാൽ 50 അടിയായിട്ട് വർദ്ധിച്ചു. ആധ്യാത്മിക പ്രഭാവം കണക്കാക്കുന്നത് ഒരാളുടെ ഓറയുടെ പവറിനെ ആശ്രയിച്ചിട്ടാണ് ആധുനിക രീതിയിൽ. എന്ന് വന്നാൽ ടെക്നിക്കലായിട്ട് ഈ വ്യക്തി ആധ്യാത്മിക മത പരിവേഷമൊന്നുമില്ലാതെ ടെക്നിക്കലായിട്ട് ഓറ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു. ഈ വ്യക്തി അയാളുടെ ഓറ ഉപയോഗിച്ച് കോസ്മിക് എനർജികളെ എടുക്കുകയും അത് തൻ്റെ ചക്രങ്ങളിലേക്ക് സ്വാംശീകരിച്ച് തൻ്റെ സാമർഥ്യങ്ങളാക്കി കൺവെർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ തോതുകൂടി. അദ്ദേഹത്തിൻ്റെ ഓറ വലുതായി. 50 അടി ഓറ, 8 അടി ഓറ ഉണ്ടായിരുന്ന ആൾക്ക് 50 അടി ഓറയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ റെസിസ്റ്റൻസ് കുറയാനും പിക്ചർ ക്ലാരിറ്റി, ജീവിതത്തിൻ്റെ ക്ലാരിറ്റി കൂടാനും അത് കാരണമാവുന്നു. അത് അയാൾക്ക് ഭാഗ്യം എന്ന ഫീലിംഗ് ഉണ്ടാക്കുന്നു, അയാൾക്ക് സ്വസ്ഥത എന്ന അനുഭവം ഉണ്ടാക്കുന്നു, കംഫർട്ടബിളായിട്ടിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടന്നു വരുന്നുണ്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു, ആത്മവിശ്വാസം കുറച്ചും കൂടി അപ്പോൾ അതിനനുസരിച്ച് കൂടുന്നു, ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട് എന്ന അനുഭവം ഉണ്ടാവുന്നു. ഈ രുദ്രാക്ഷത്തിന് അത് ധരിച്ച ആളുകൾക്ക് ദിവ്യമായ ഒരു ഓറ എന്ന് പറഞ്ഞാൽ പരിവേഷം ഉണ്ടാകുമെന്ന ഒരു അവകാശവാദമുണ്ട്. ഒന്നാമതായി ഈ ദിവ്യ പരിവേഷം വ്യക്തികളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ചിത്രത്തിൻ്റെ ഭാഗമായി വരച്ചുണ്ടാക്കുന്ന ചില പ്രത്യേകതകളാണ്. ഈ ശരിക്കും ഫോട്ടോഗ്രാഫിയിൽ വരുന്നത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇലക്ട്രിക് ഊർജ്ജമുണ്ടാക്കുന്ന വ്യതിയാനം കൊണ്ടാണ് കളർ ചേഞ്ച് അതിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഓറ ഉണ്ടാകണമോ, ആ ഓറ ഉണ്ടാകണമെങ്കിൽ അതിന് ശക്തമായ ശരീരത്തിൻ്റെ ബാഹ്യരംഗത്ത് ശക്തമായ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകണം. ഈ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മോഡേൺ ഉപകരണം ആധുനിക ശാസ്ത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ചില പണ്ഡിതന്മാർ ഇതേമാതിരി ഞങ്ങൾക്ക് ദിവ്യ പരിവേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കിർലിയൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചിട്ടാണ് ആ തട്ടിപ്പ് പൊട്ടിക്കാൻ വേണ്ടി നമ്മളെ കുണ്ടൂർ യാഗം മുതൽക്കുള്ള പരിപാടികളിൽ വരെ പാശ്ചാത്യ പണ്ഡിതന്മാർ വന്ന് ഗവേഷണം നടത്തിയത്. അപ്പോൾ ഓറ എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. സത്യത്തിൽ ആ അന്ധവിശ്വാസം മനുഷ്യൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യനൊരു ഇലക്ട്രിക് ഉപകരണമല്ല, ഹൈ വോൾട്ടേജ് കറണ്ട് നമുക്ക് ടോളറബിൾ അല്ല താനും. അതുകൊണ്ട് അങ്ങനെ ഇത്രയും വലിയ ഒരു ഓറ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ ചത്തുപോകുന്നതാണ്. എങ്ങനെയാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത് എന്നതിനും കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ടത്രേ. മാലയായോ അല്ലെങ്കിൽ ഒറ്റ രുദ്രാക്ഷം മാത്രമായോ അത് ധരിക്കാം. ഏത് രീതിയിലായാലും ധരിക്കുന്ന എല്ലാ രുദ്രാക്ഷവും മാസത്തിൽ ഒരു തവണയെങ്കിലും യഥാവിധി ശുദ്ധീകരിക്കണമെന്നാണ് നിയമം. അല്ലാത്തപക്ഷം അവയിൽ ഊർജസ്തംഭനം, അതായത് എനർജി ഹാങ് ഉണ്ടാവുകയും അത് പ്രവർത്തിക്കാതാവുകയും ചെയ്യുമത്രേ. നല്ല രുദ്രാക്ഷങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ആ ചോദ്യത്തിന് പ്രാധാന്യമേറുന്നത് അടുത്ത കാലത്തായി വ്യാജ രുദ്രാക്ഷങ്ങളും രുദ്രാക്ഷം പോലെയുള്ള മറ്റ് ധാരാളം കായകളും വിൽപ്പനയ്ക്കെത്തുന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ വ്യാജ രുദ്രാക്ഷങ്ങളെ തിരിച്ചറിയാനുള്ള ഏകമാർഗം യഥാർത്ഥ രുദ്രാക്ഷങ്ങളിൽ വേണ്ടത്ര പരിചയം നേടുക മാത്രമാണെന്ന് രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം ആവർത്തിച്ചു പറയുന്നവർ അടിവരയിടുന്നു. വിശ്വാസങ്ങൾ മനുഷ്യന്റെ സന്തത സഹചാരിയോ കൂടപ്പിറപ്പോ ആണ്. മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുള്ളതും ഇനി മാനവരാശി നിലനിൽക്കുന്നിടത്തോളം കാലം അവിരാമം തുടരുന്നതുമായ ഒന്ന്. വിശ്വാസങ്ങളെ തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. പക്ഷേ അവ പലപ്പോഴും ചർച്ചയാകുന്നത് അത്തരം വിശ്വാസങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെടുമ്പോഴോ വിശ്വാസങ്ങളുടെ പേരിൽ പൊതുസമൂഹത്തിന്റെ വിചാരവികാരങ്ങളിൽ നിന്നും അകന്ന് മറ്റൊരു വിഭാഗം വഴിമാറി സഞ്ചരിക്കുമ്പോഴോ ആണെന്ന് പറയാം. രുദ്രാക്ഷത്തെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളും പലപ്പോഴും സാധാരണക്കാരിൽ ചിരിയുണർത്തുന്നത്, അല്ലെങ്കിൽ അവയെ സംശയദൃഷ്ടിയോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് അതേക്കുറിച്ചുള്ള വിചിത്രമായ പല നിയമവശങ്ങളും ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ്. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നതുപോലെ തന്നെ കുട്ടികൾ, മുതിർന്നവർ, ഗവേഷകർ, പത്രപ്രവർത്തകർ, മീൻപിടുത്തക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഏതൊക്കെ രുദ്രാക്ഷം ധരിക്കണം എന്ന കാര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങൾ പറയപ്പെടുന്നു. വിദ്യാർത്ഥികൾ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ 4 മുഖ രുദ്രാക്ഷം ധരിക്കേണ്ടപ്പോൾ ഡോക്ടർമാർ 1, 12, 14, 11 മുഖ രുദ്രാക്ഷങ്ങളാണത്രേ ധരിക്കേണ്ടത്. സൈനികർ, മാനേജർമാർ, ഡ്രൈവർമാർ തുടങ്ങിയവർ 6 മുഖ രുദ്രാക്ഷം ധരിക്കണം. വക്കീലന്മാർ 9 മുഖം ധരിക്കേണ്ടപ്പോൾ ബുദ്ധിവികാസത്തിന് 4, 5, 6 മുഖ രുദ്രാക്ഷങ്ങൾ ധരിക്കണമെന്നും നിയമം. പന്ത്രണ്ട് മുഖ രുദ്രാക്ഷം ബിസിനസ്സുകാർക്കൊക്കെ നമ്മൾ വളരെ വ്യാപകമായിട്ട് കൊടുക്കുന്നതാണ്. 12 മുഖ രുദ്രാക്ഷം ലീഡർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ഡൊമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് സൂര്യൻ്റെ രുദ്രാക്ഷമായിട്ടാണ് അറിയപ്പെടുന്നത്. സൂര്യൻ എപ്രകാരത്തിലാണോ ഒന്നും ചെയ്യാതെ നിൽക്കുകയും മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം സൂര്യൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട് സൂര്യനെ നേതാവാക്കി കണക്കാക്കുകയും ചെയ്യുന്നത്, ആ മാതിരി ഈ 12 മുഖ രുദ്രാക്ഷം ധരിച്ച ആൾക്ക് സ്വയം നേതാവായി തീരാനാവും. 14 മുഖ രുദ്രാക്ഷത്തിന് മാത്രം ഒരു പ്രത്യേക ഓമനപ്പേരുണ്ട്, ദേവമണി എന്ന്. ദേവമണി ഏകമുഖ രുദ്രാക്ഷത്തിൻ്റെ തുല്യമാണ്. അത് ശനിദോഷ നിവാരണത്തിനാണ്, ഈശ്വരാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. തനി ശരി രുദ്രൻ തന്നെയാണ് 14 മുഖ രുദ്രാക്ഷം. ധനസമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ ഷെയർ ബിസിനസ്സിലൊക്കെ നമ്മുടെ ഉറച്ച തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ 14 മുഖ രുദ്രാക്ഷ ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. മുൻവിധികൾ കൂടാതെ വസ്തുതാപരമായി മാത്രം ചിന്തിക്കുന്നവരാണ് ഇത്തരം വേർതിരിവുകളെ വിമർശന ബുദ്ധ്യാ പരിശോധിക്കുന്നതും അത്തരം നിയമങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതും. ഈ പറഞ്ഞ രുദ്രാക്ഷത്തിൻ്റെ ഉള്ളിൽ 10, 30, 40 രോഗങ്ങൾക്ക് പറ്റിയ മരുന്നുകളുണ്ടെന്നാണ് റിസർച്ച് പണ്ഡിതന്മാരുടെ റിപ്പോർട്ട്. ഞാൻ അതിനോട് ഒരു വിയോജിപ്പും കാണിക്കുന്നില്ല. അത് പരിശോധിച്ച ആളുകൾ, പഠിച്ച ആളുകൾ പറയാണ് അത് ശരിയാണെന്ന് നമ്മൾ ഉറപ്പിച്ച് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ രുദ്രാക്ഷം ഈ മേലെ ധരിച്ചാൽ സൂക്കേട് മാറുമോ?
അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ അലോപ്പതിക്ക് ഡോക്ടർമാർ ഹാർട്ട് ഡിസീസിന് തരുന്ന മരുന്ന് എന്തിനാണ് വായലിട്ട് വെള്ളം കൂടി ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യം? നമുക്ക് ആ മരുന്ന് ഒരു നല്ല കടലാസ് പൊതിഞ്ഞ് തലയിൽ സൂക്ഷിച്ചാൽ പോരെ. രുദ്രാക്ഷത്തിന് ആയുർവേദ വിധിപ്രകാരം ഏറെ പ്രാധാന്യമുണ്ടെന്ന് ആയുർവേദ വിദഗ്ധർ അടിവരയിടുന്നു. ഇതിൻ്റെ പവിത്രത കൊണ്ട് അധികവും കുട്ടികളിലും 60 വയസ്സ് കഴിഞ്ഞവരിലുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികളിൽ, അതായത് ഉരമരുന്നുകൾ കൊടുക്കാറുണ്ട്. ആ ഉരമരുന്നുകളിൽ പ്രധാനപ്പെട്ടത് രുദ്രാക്ഷം അതിലൊന്നാണ്. രുദ്രാക്ഷം ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമെന്ന് ആധ്യാത്മിക പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ രുദ്രാക്ഷങ്ങൾക്കിടയിലെ കാന്തിക മണ്ഡലം, രുദ്രാക്ഷം ധരിക്കുന്നത് മൂലം വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന അഭിവൃദ്ധി തുടങ്ങിയവയുടെ സാധുതകൾ ഇനിയും ഏറെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഈ രുദ്രാക്ഷത്തിൻ്റെ മേന്മ പറയുന്നത് ഇന്നത്തെ മോഡേൺ ഗാഡ്ജറ്റുകൾ വച്ച് തെളിയിക്കുന്ന യന്ത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തെളിയിക്കാത്തതാണെന്നും പറയാലോ. അത് തെളിയിക്കാനുള്ള യന്ത്രങ്ങൾ, എന്നാൽ സൂക്ഷ്മതലത്തിലുള്ള യന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നും പറയാലോ. വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടുകളും തിരയുന്ന ഈ വേദിയിൽ ഓരോ ലക്കവും നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇന്നും ബാക്കിയാവുന്നു. എന്തുകൊണ്ട് ഇന്നും യുവാക്കളിൽ വലിയൊരു ഭാഗം, അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഭാഗം ഇത്തരം രക്ഷാകവചങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അവയുടെ വക്താക്കളായി നിലകൊള്ളുന്നു? സത്യത്തിൽ രോഗശുശ്രൂഷയ്ക്ക് അത് ഗുണം ചെയ്യുമെങ്കിൽ അതിലെ രാസഘടകങ്ങൾ വേർതിരിച്ച് മരുന്നുകളാക്കി മാറ്റി രുദ്രാക്ഷം എന്ന് പറയുന്ന കായ എടുത്ത് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിദഗ്ധന്മാർക്ക്, വൈദ്യശാസ്ത്ര മരുന്നുൽപാദക കമ്പനികൾക്ക് കൊടുക്കാൻ ഇതിലെ വിദഗ്ധന്മാർ തയ്യാറുണ്ടോ? ഭാരതത്തിൽ പ്രചരിച്ചിട്ടുള്ള നമ്മൾ വിശ്വാസം എന്ന് നമ്മൾ പഴഞ്ചനും തള്ളിക്കളയുന്ന പലതും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ഫലപ്രാപ്തി കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതിന് കാലത്തെയും ദേശത്തെയും മറികടക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ അതല്ല ആസിറ്റീസ് ശരിയാണെന്നുള്ള, ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഏതോ ഒരു തത്വമുണ്ട്. ആ തത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് തള്ളിക്കളയാൻ സാധ്യമല്ല. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു? ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, വിശ്വാസം അതല്ല എല്ലാം, ഇന്ത്യ വിഷൻ, ടുട്ടൂസ് ടവർ, പാടിവട്ടം, കൊച്ചി 24. ഇമെയിൽ വിശ്വാസം@indiavisiontv.com. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും.